അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ദുഷ്ടരുടെ വഴിയിൽ നടക്കാത്തവനും പാപികളുടെ ആലോചനയിൽ നിൽക്കാത്തവനും പരിഹാസകരുടെ സംഘത്തിൽ ഇരിക്കാത്തവനും ഭാഗ്യവാനാകുന്നു. കർത്താവെ, അങ്ങയുടെ മുഖം വഹിക്കുകയും രാപ്പകൽ അങ്ങയുടെ നിയമം ധ്യാനിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അവൻ്റെ മനസ്സ് കർത്താവിൻ്റെ നിയമത്തിലാണ്. അവിടുത്തെ നിയമത്തെപ്പറ്റി അവൻ രാപ്പകൽ ധ്യാനിക്കുന്നു. അവൻ ചെയ്യുന്നതെല്ലാം പൂർത്തിയാക്കും. അവൻ നീർച്ചാലിനരികെ നട്ട വൃക്ഷം പോലെയാണ്. അതിൻ്റെ ഇലകൾ കൊഴിയുന്നില്ല. യഥാകാലം അത് ബലം തരുന്നു. ദുഷ്ടരോ എന്നാൽ അങ്ങനെയല്ല. കാറ്റിൽ പറക്കുന്ന പതിരുപോലെയാണവർ. ന്യായവിധിയിൽ ദുഷ്ടർ ഉറച്ചു നിൽക്കുകയില്ല. പാപികൾ നീതിനിഷ്ഠരുടെ സമൂഹത്തിലും. കർത്താവ് നീതിനിഷ്ഠരുടെ മാർഗം അറിയുന്നു. ദുഷ്ടരുടെ വഴിയോ നാശമടയുന്നു. കർത്താവേ, അങ്ങയുടെ മുഖം വഹിക്കുകയും രാപ്പകൽ അങ്ങയുടെ നിയമം ധ്യാനിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. ജനതകൾ എന്തിനാണ് കലഹിച്ചത്? ജനങ്ങൾ എന്തിനാണ് വ്യർത്ഥ കാര്യം വിചാരിച്ചത്? ലക്ഷ്യം പിഴച്ച കുതിരയെപ്പോലെ ധിക്കാരികൾ ശക്തി പ്രാപിച്ചു. അവർ മിശിഹായെ കുരിശിൽ തറച്ചു. കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരായി ഭൂമിയിലെ രാജാക്കന്മാർ അധികാരികളും അണിനിരക്കുന്നു. അവരൊന്നു ചേർന്ന് ആലോചിച്ചു. അവർ വച്ച വിലങ്ങുകൾ നമുക്ക് തട്ടിത്തകർക്കാം. നുഖങ്ങൾ നമ്മിൽ നിന്ന് നീക്കിക്കളയാം. അത്യുന്നതങ്ങളിലിരിക്കുന്നവൻ ചിരിക്കുന്നു. അവിടുന്ന് അവരെ പരിഹസിക്കുന്നു. കർത്താവ് അവരോട് കോപത്തോടെ അരുൾ ചെയ്യുന്നു. ക്രോധത്താൽ അവരെ ഭയപ്പെടുത്തുന്നു. എൻ്റെ ഉടമ്പടി പ്രഘോഷിക്കാൻ വിശുദ്ധമലയായ സഹിയോനിൽ എൻ്റെ രാജാവിനെ ഞാൻ വാഴിച്ചിരിക്കുന്നു. കർത്താവ് എന്നോട് അരുൾ ചെയ്തു, നീ എൻ്റെ പുത്രനാകുന്നു. ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി. എന്നോട് ചോദിക്കുക. ജനതകളെ അവകാശമായും ഭൂമിയുടെ അതിരുകളെ കൈവശമായും നിനക്ക് നൽകാം. ഇരുമ്പ് ദണ്ടുകൊണ്ട് നീ അവരെ മേയ്ക്കും. കുശവൻ്റെ പാത്രങ്ങൾ പോലെ നീ അവരെ തകർക്കും. രാജാക്കന്മാരെ, ഇപ്പോൾ നിങ്ങൾ ഗ്രഹിക്കുവിൻ. ഭൂമിയിലെ അധിപന്മാരെ മനസ്സിലാക്കുവിൻ. ഭക്തിയോടെ കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. ആദരപൂർവ്വം അവിടുത്തെ ആശ്ലേഷിക്കുവിൻ. ലക്ഷ്യം പിഴച്ച കുതിരയെപ്പോലെ ധിക്കാരികൾ ശക്തി പ്രാപിച്ചു. അവർ മിശിഹായെ കുരിശിൽ തറച്ചു. കർത്താവേ, എന്നെ ഞെരുക്കുന്നവർ വർദ്ധിച്ചിരിക്കുന്നു. എനിക്കെതിരായി നിൽക്കുന്നവരും അനേകരാണല്ലോ.
ഞങ്ങളുടെ കർത്താവേ, ഞാൻ അങ്ങയുടെ സത്യം പ്രഘോഷിച്ചു. അതിനാൽ ദുഷ്കർമ്മികൾ എന്നെ എതിർത്തു. അവരുടെ അക്രമത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. നിന്റെ ദൈവത്തിൽ നിനക്ക് രക്ഷയില്ല എന്ന് എന്നോട് പറയുന്നവർ അനേകരാണ്. കർത്താവേ, അങ്ങാണ് എൻ്റെ തുണയും മഹത്വവും. എൻ്റെ ശിരസ്സുയർത്തുന്നവനും അങ്ങ് തന്നെ. ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചു. വിശുദ്ധഗിരിയിൽ നിന്ന് അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. ഞാൻ കിടന്നുറങ്ങുകയും ഉണരുകയും ചെയ്തു. കർത്താവ് എനിക്ക് തുണയായി നിന്നു. എനിക്കെതിരെ അണിനിരക്കുന്ന 10,000 ഞാൻ തെല്ലും ഭയപ്പെടില്ല. എൻ്റെ ദൈവമായ കർത്താവ്, എഴുന്നേറ്റ് എന്നെ രക്ഷിക്കണമേ. അങ്ങ് എൻ്റെ ശത്രുക്കളെ പ്രഹരിക്കുകയും ദുഷ്ടരെ തകർക്കുകയും ചെയ്തു. രക്ഷ കർത്താവിൻ്റേതാകുന്നു. അങ്ങയുടെ അനുഗ്രഹം എന്നേക്കും അങ്ങയുടെ ജനത്തിനുള്ളതാണല്ലോ. ഞങ്ങളുടെ കർത്താവേ, ഞാൻ അങ്ങയുടെ സത്യം പ്രഘോഷിച്ചു. അതിനാൽ ദുഷ്കർമ്മികൾ എന്നെ എതിർത്തു. അവരുടെ അക്രമത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ദൈവമേ, നീതിമാനായ രക്ഷക, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അങ്ങ് എനിക്ക് ഉത്തരമരുളി. കർത്താവേ, അങ്ങയെപ്പോലെ മറ്റാരുമില്ല. അങ്ങിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. ദുഷ്ടരുടെ വഞ്ചനയിലും കെണിയിലും നിന്ന് അങ്ങ് എന്നെ സംരക്ഷിക്കുന്നു. ഞെരുക്കങ്ങളിൽ അങ്ങ് എന്നെ ആശ്വസിപ്പിച്ചു. എന്നോട് കരുണ തോന്നി എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. മനുഷ്യരെ, നിങ്ങൾ എൻ്റെ കീർത്തി എത്രനാൾ മറച്ചുവെക്കും? എത്രനാൾ മിഥ്യയെ സ്നേഹിക്കുകയും അസത്യം അന്വേഷിക്കുകയും ചെയ്യും? നിങ്ങളിത് അറിഞ്ഞുകൊള്ളുവിൻ. തിരഞ്ഞെടുക്കപ്പെട്ടവനെ കർത്താവ് തനിക്കായി വേർതിരിച്ചിരിക്കുന്നു. ഞാൻ വിളിക്കുമ്പോൾ കർത്താവ് എന്നെ ശ്രവിക്കും. കോപിച്ചാലും പാപം ചെയ്യരുതേ. ഹൃദയത്തിൽ സംസാരിക്കുവിൻ. കിടക്കയിൽ നിങ്ങൾ ധ്യാനിക്കുവിൻ. നീതിയുടെ ബലികൾ അർപ്പിക്കുവിൻ. കർത്താവിൽ നിങ്ങൾ പ്രത്യാശ വയ്ക്കുവിൻ. നല്ലവനെ കാണിച്ചു തരാനും അവിടുത്തെ മുഖകാന്തി നിങ്ങളിൽ പ്രസരിക്കാനും ആരുണ്ട് എന്ന് ചോദിക്കുന്നവർ ഏറെയാണല്ലോ. ധന്യവും വീഞ്ഞും എണ്ണയും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായിരുന്നതിലും അധികം ആനന്ദം കർത്താവേ, അങ്ങ് എൻ്റെ ഹൃദയത്തിന് നൽകി. ഞാൻ ശാന്തമായി കിടന്നുറങ്ങും. എന്നെ സമാധാനത്തിൽ വസിപ്പിക്കുന്നത് കർത്താവേ, അങ്ങ് മാത്രമാണല്ലോ. കർത്താവേ, അങ്ങയെപ്പോലെ മറ്റാരുമില്ല. അങ്ങിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. ദുഷ്ടരുടെ വഞ്ചനയിലും കെണിയിലും നിന്ന് അങ്ങ് എന്നെ സംരക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. നിന്റെ മുമ്പാകെ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. ഹൃദയരഹസ്യം തെളിവായി കാണും ദൈവസമക്ഷം നമ്മുടെ മിഴുനീർ ചിന്തിയിടാം. പാപത്താൽ അതിദൂഷിതമാകും നമ്മുടെ ചെയ്തികൾ തെറ്റെന്നേറ്റു പറഞ്ഞിടാം. ദുഷ്ടത നമ്മിൽ പ്രബലത നേടി, സത്യം നമ്മിൽ ദുർബലമായി. നമ്മുടെ നാഥൻ മിശിഹായോട് ഉള്ളൊരു സ്നേഹം മഞ്ഞു സമയം ഉറയുന്നതിനാൽ പ്രത്യാശ കൈവിട്ടകലാതീയുലകിൽ. അനുതാപത്താൽ മുറിവുകളെ സുഖമാക്കിയിടാം, തിന്മകളെ ദൂരെയകറ്റിയിടാം. എൻ്റെ അപരാധങ്ങൾ നിശേഷം കഴുകിക്കളയണമേ. ജീവിതവീതിയിൽ അനുദിനവും ഞാൻ അനുതാപത്താൽ പാപം കഴുകാനാശിപ്പൂ. എന്നുടെ ചെറുതാം ജീവിതകാലം പാപം മൂലം നിഷ്ഫലമായി തീരുന്നു. എന്നാത്മാവേ, ഉണരുക വേഗം, മരണം വാതിലിലെത്തുന്നു. അനുതാപത്തിൻ കണ്ണീരാൽ പാപപ്പൊരുതീരന്നിടൂ. അനുനിമിഷം നീ അർത്ഥിക്കൂ. സർവാധിപനാം നാഥനോടായി നീതിയെഴുന്നൊരു വിധിയാള. കൃപയും കരുണയും അലിവോടെ എന്നിൽ ചൊരിയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥിതനെ, നിൻ തിരുനാമം കീർത്തിച്ചിടാൻ ഞങ്ങൾക്കിട നീ നൽകേണം.
ഞങ്ങളിലിയലും ബലഹീനതകൾ കാണുന്നവനെ പാപപ്പൊറുതിയുമേകേണം. നിന്നുടെ ദയാ സൃഷ്ടികളെ നീ ദുഷ്ടനിൽ നിന്നും കാക്കേണം. എന്തെന്നാൽ എന്നാളേക്കും രാജ്യം, ശക്തി, മഹത്വങ്ങൾ താവകമല്ലോ താതാ നീ. വാഴ്ത്തിപ്പെട്ടവൻ അനവരതം നിന്റെ വിശുദ്ധർക്കൊപ്പമിവർ പരമാനന്ദം നുകരാനായി കൃപ നീ ചൊരിയേണം. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതയിൽ കനിയണമേ. കാക്കണമേ നിൻ അവകാശം. ശത്രുഗണങ്ങൾ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നീ കൃപ നീ ഇവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹനമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരെ നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയോടങ്ങയെ വാഴ്ത്തിയിടാം. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാൽ നീ കനിവോടെ തിന്മകളാലെ കലുഷിതമാം ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൻ ശ്ലീഹായാം മാർത്തോമായെ ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാൻ അർഹത കൈവരുവാൻ. ഈശോനാഥ, നിൻ പ്രിയരാം നിവ്യന്മാരും സാക്ഷികളും ശ്ലീഹന്മാരും പ്രേഷിതരും മൽപ്പാന്മാരും നീതിയെഴും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യർ അങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ, രക്ഷിക്കണമേ. നല്ലവർ ഇല്ലാതായിരിക്കുന്നു, ഭൂമിയിൽ വിശ്വാസം ക്ഷയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, രക്ഷിക്കണമേ. നല്ലവർ ഇല്ലാതായിരിക്കുന്നു, ഭൂമിയിൽ വിശ്വാസം ക്ഷയിച്ചിരിക്കുന്നു. മനുഷ്യൻ വ്യർത്ഥഭാഷണം നടത്തുന്നു, അപരനോട് വ്യാജം പറയുന്നു, സത്യം മറച്ച് സംസാരിക്കുന്നു. കപടഭാഷണം നടത്തുന്ന അധരത്തെയും വമ്പു പറയുന്ന നാവിനെയും കർത്താവ് നശിപ്പിക്കും. എന്തുകൊണ്ടെന്നാൽ അവർ പറഞ്ഞു, നാവുകൊണ്ട് നമ്മെ തന്നെ പുകഴ്ത്താം. അധരം നമ്മുടേതാണല്ലോ, നമുക്ക് മേലാരുണ്ട്? ദരിദ്രർ ചൂഷണം ചെയ്യപ്പെടുന്നു, പാവപ്പെട്ടവർ നെടുവീർപ്പെടുന്നു. അതിനാൽ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനിതാ എഴുന്നേൽക്കുന്നു, എല്ലാവരുടെയും മുമ്പാകെ അവർക്ക് ഞാൻ രക്ഷകൻ നൽകും. കർത്താവിൻ്റെ വചനം നിർമ്മലമാണ്, ഏഴാവൃത്തി സ്ഫുടം ചെയ്ത വെള്ളിയാണ്. കർത്താവേ, അവരെ കാത്തുകൊള്ളണമേ. ഈ തലമുറയിൽ നിന്ന് എന്നെ എന്നേക്കുമായി സംരക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലവനാകും കർത്താവേ, നിൻ തിരുസന്നിധിയിൽ പരിയാകുലനാ
നെടുവീർപ്പോടെ മിഴിനീർ തൂകി കേണുവിളിപ്പൂ നിന്നുടെ ദാസർ. മുറിവോ കഠിനം വേദന രൂക്ഷം കനിയണമേ നീ വൈദ്യോത്തമനേ. രക്ഷകനായി നീ അണയുക വേഗം യാചിക്കുന്നു താവക സവിധേ. നീതിയെഴുന്നോ ഒരുത്തവനുമില്ല നാഥാ നിന്നിൽ രമ്യത ചേർക്കാൻ. തിന്മ വളർന്നു ശക്തി ധരിച്ചു പാപക്കടങ്ങൾ പെരുകിതരയിൽ. ഞങ്ങളിലിയലും ദുഷ്ടത കാൺകേ കോപിതമായി കടലും കരയും. സ്വർഗം പോലും ഇളകിവശായി അസ്വസ്ഥതയാർ ഇന്നു വീക്ഷിപ്പൂ. നല്ലിടയാ നിൻ ജീവൻ നൽകി വേദനയോടെ നേടിയെടുത്ത മേഷഗണത്തെ മേയിക്കണമേ. കരുണാവർഷം തൂകണമേ നീ. നിന്റെ ജനത്തിൽ ശാന്തി വസിക്കാൻ നിൻ സ്തുതിഗീതം പാടി നമിക്കാൻ. ഭരണാധിപരും വൈദിക നിരയും ഒരുമയിലൊന്നായി മേവിടട്ടെ. താതാപുത്ര പാവനറൂഹ തിരുഹിതമിവരിൽ നിറവേറട്ടെ. ഭൂസ്വർഗങ്ങൾ പാടിയിടട്ടെ താവകസ്തുതികൾ. ആമേനാമേൻ. സഹോദരരെ, യോന പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന്. യോനായ്ക്ക് വീണ്ടും കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. എഴുന്നേറ്റ് മഹാനഗരമായ നിനവേയിലേക്ക് പോവുക. ഞാൻ നൽകുന്ന സന്ദേശം നീ അവിടെ പ്രഘോഷിക്കുക. കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് യോന എഴുന്നേറ്റ് നിനവേയിലേക്ക് പോയി. അത് വളരെ വലിയൊരു നഗരമായിരുന്നു. അത് കടക്കാൻ 3 ദിവസത്തെ യാത്ര വേണ്ടിയിരുന്നു. യോന നഗരത്തിൽ കടന്ന് 1 ദിവസത്തെ വഴി നടന്നു. അനന്തരം അവൻ വിളിച്ചു പറഞ്ഞു, 40 ദിവസം കഴിയുമ്പോൾ നിനവേ നശിപ്പിക്കപ്പെടും. നിനവേയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കുടുത്ത് ഈ വാർത്ത നിനവേ രാജാവ് കേട്ടു. അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജകീയ വസ്ത്രം മാറ്റി ചാക്കുടുത്ത് ചാരത്തിലിരുന്നു. അവൻ നിനവേ മുഴുവൻ ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി. രാജാവിൻ്റെയും അവൻ്റെ പ്രഭുക്കന്മാരുടെയും കൽപ്പനയാണിത്. മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഭക്ഷിക്കരുത്. അവ മേയുകയോ വെള്ളം കുടിക്കുകയോ അരുത്. മനുഷ്യനും മൃഗവും ചാക്കുവസ്ത്രം ധരിച്ച് ദൈവത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കട്ടെ. ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും പിന്തിരിയട്ടെ. ദൈവം മനസ്സുമാറ്റി തൻ്റെ ക്രോധം പിൻവലിക്കുകയും അങ്ങനെ നാം നശിപ്പിക്കാതിരിക്കുകയും ചെയ്തേക്കാം. തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മനസ്സുമാറ്റി അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല. അങ്ങയുടെ ഛായയിലും സാദൃശ്യത്തിലും ഞങ്ങളെ സൃഷ്ടിച്ചതിലൂടെ ഞങ്ങളോടുള്ള അങ്ങയുടെ സ്നേഹത്തിൻ്റെ ഔന്നത്യം കാണിക്കുന്ന തന്ന ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ മനുഷ്യപ്രകൃതിയുടെ വീണ്ടെടുപ്പിനും എല്ലാ സൃഷ്ടികളുടെയും നവീകരണത്തിനുമായി കാലത്തിൻ്റെ തികവിൽ മിശിഹായുടെ ധനഹാ വഴി ധാരാളമായ കൃപ വർഷിച്ച ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ നഷ്ടപ്പെട്ടു പോയെങ്കിലും അന്വേഷിച്ച് കണ്ടെത്തിയ ആടിനെയും
എങ്കിലും തിരികെ വന്ന ധൂർത്തപുത്രനെയും ഉപമകളിലൂടെ ഞങ്ങളെ മാനസാന്തരത്തിന് ആഹ്വാനം ചെയ്ത ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. അങ്ങയുടെ മഹത്വപൂർണ്ണമായ ദൈവത്വം വഴി മനുഷ്യവംശത്തെ പ്രാജ്വലിപ്പിച്ച ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ അങ്ങയുടെ രാജ്യത്തിലേക്ക് വിളിക്കുകയും പ്രത്യാശപൂർവം കാത്തിരുന്നുകൊണ്ട് തിരുമുമ്പിൽ അപേക്ഷകൾ സമർപ്പിക്കാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ലിയോ പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലിത്തായെയും മറ്റ് മെത്രാപ്പോലിത്തമാരെയും മെത്രാന്മാരെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീക നന്മ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹായെ, നിൻ്റെ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിൻ്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ഞങ്ങളുടെ മേൽ കരുണ കാണിക്കുകയും ചെയ്യണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. ആമേൻ.